ശ്രീ വിപിൻ, ആർക്കാണ് പരാതിയിൽ മതപരിവർത്തനം, നിർബന്ധിത മതപരിവർത്തനം ആണ് പരാമർശിച്ചത്. പിന്നീട് അത് മനുഷ്യക്കടത്തായി മാറുന്നു, കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇപ്പോഴിതാ NIA അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ അണിയറ ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തെങ്കിലും വാസ്തവമുണ്ടോ ഇതിൽ, ശ്രീ വിപിൻ? പൂർണ്ണമായിട്ടും ഒരു സത്യക്രിസ്ത്യാനി എന്ന രീതിയിൽ അഡ്വക്കേറ്റിന് ഇത്രയും നുണ പറയാൻ എങ്ങനെ സാധിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ BJP ആണോ ഗൂഢാലോചന നടത്തിയത്? BJP ആണോ ഈ ആളുകളെ കൊണ്ടുവന്നത്? BJP ആണോ ഈ കുട്ടികളെ കൊണ്ടുവന്നത്? BJP ആണോ പരാതി കൊടുത്തത്? ഒന്നും BJP അല്ല. BJP ഇതിനകത്ത് എന്ത് ഗൂഢാലോചന നടത്തി, എന്ത് തിരക്കഥ എഴുതി? ഇതിലിപ്പോൾ നടക്കുന്നത് ഈ പാവപ്പെട്ട ഈ സിസ്റ്റർമാർ ഈ ഒരു എന്താ പറയുക നിയമപരമായ കുരുക്കിൽ പെട്ടപ്പോൾ അവിടുന്ന് മുതലാണ് ഇതിൻ്റെ തിരക്കഥ ആരംഭിക്കുന്നത്. അല്ല, അത് നിങ്ങൾ BJP ആണ് ഉന്നയിക്കുന്നത്. നിങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളും ഇതിൻ്റെ ഒരറ്റത്ത് കൊണ്ടുപോയി കെട്ടാൻ ആഗ്രഹിക്കുന്നത് BJP ആണ്. തിരക്കഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നത് ഇപ്പോൾ ഒരു തിരക്കഥ ഉണ്ടാക്കി ആ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഈ സിസ്റ്റർമാരെ ജയിലിൽ നിന്ന് ഇറക്കാതിരിക്കാനുള്ള തിരക്കഥ ആടിത്തമർക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളടക്കമുള്ള എല്ലാവരും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, എന്താണ് ഈ കേസ്? ആരാണ് പരാതിക്കാർ നമ്മളോട് ചോദിച്ചത്? ഈ കുട്ടിയുടെ മൊഴിയുണ്ടല്ലോ. നമ്മൾ ഒരു നീതിന്യായ സിസ്റ്റമുള്ള രാജ്യമല്ലേ. ഒരു കുട്ടി ഈ കൊടുത്ത മൊഴി ഞങ്ങളാരുമല്ലല്ലോ അത് റിപ്പോർട്ട് ചെയ്തത്. അത് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുമല്ല. പോലീസ് കിട്ടിയ മൊഴി കുട്ടി കൊടുത്ത മൊഴിയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉണ്ടാകുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹ്യൂമൻ ട്രാഫിക് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ന്യായസംഹിത വന്നതിന് ശേഷം BNS വന്നതിന് ശേഷം ഷെഡ്യൂൾഡ് ക്രൈമിൽ പെടുത്തിയത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് NIAയിലേക്ക് പോവും. ഇത് സ്വാഭാവികമായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ മണി ലോണ്ടറിങ് കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും EDയിലേക്ക് പോകും എന്ന് പറഞ്ഞ പോലെ ഹ്യൂമൻ ട്രാഫിക് എന്നുള്ളത് ഷെഡ്യൂൾഡ് ക്രൈമിൽ പെടുത്തിയത് കൊണ്ട് സ്വാഭാവികമായിട്ട് NIAയിലേക്ക് പോകുന്നതാണ്. അത് എവിടെ BJPയുടെ ഗൂഢാലോചന? BJP ന്യായസംഹിതയിൽ ഈ ഷെഡ്യൂൾഡ് ക്രൈം ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ഇവർ ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടാണ് അത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എന്ത് ഗൂഢാലോചനയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമാനമായ സംഭവം കേരളത്തിലുണ്ടായി. ഈ സമാനമായ സംഭവം കേരളത്തിൽ 2022 ഉണ്ടായപ്പോൾ നിങ്ങൾ ഈ ആരോപണം ഒന്നും ഉന്നയിച്ചില്ലോ. കേരളത്തിൽ പിണറായി വിജയൻ്റെ പോലീസ് സമാനമായ കേസ് ഇവിടുത്തെ ക്രിസ്ത്യൻ സഭയിൽ 2 കന്യാസ്ത്രീകൾക്ക് എതിരെ ഉപയോഗിച്ചപ്പോൾ നിങ്ങളുടെ ഈ ഗൂഢാലോചന പദ്ധതി എവിടെയായിരുന്നു? നിങ്ങൾ എന്തെങ്കിലും ഗൂഢാലോചന അവിടെ ഉന്നയിച്ചോ? അതിനു മുമ്പ് 2019 എൻ്റെ പ്രിയ സുഹൃത്ത് കേൾക്കണം, 2019 ഇതേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെല്ലാവരും രാവിലെ വായിക്കുന്ന മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2019 ഇതുപോലെ 11 പെൺകുട്ടികളെ തൃശ്ശൂർ റെയിൽവേ പോലീസ് ഇതുപോലെ മതിയായ രേഖകളില്ലാതെ ചോദ്യം ചെയ്തു. എന്തായിരുന്നു അവരുടെ ഒഫൻസ്? ആധാർ രേഖയിൽ 18 വയസ്സ് എഴുതി 18 വയസ്സ് എന്ന് കാണിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ 18 വയസ്സായിട്ടുണ്ടായിരുന്നില്ല. ഈ പിണറായി വിജയൻ്റെ CWC ആണ്, ഞങ്ങളുടെ CWC അല്ല. പിണറായി വിജയൻ്റെ CWC ആണ് അന്ന് പരാതി കൊടുത്തത്. അന്ന് ഈ 11 പെൺകുട്ടികളെ കൊണ്ടുവന്ന് തൃശ്ശൂരത്ത് 5 മഠങ്ങളിലേക്കാണെന്ന് പറഞ്ഞ് ആ 5 മഠങ്ങളിലെ പ്രതിനിധികൾ അവിടെ വിളിച്ചു വരുത്തി പോലീസ് നടപടി സ്വീകരിച്ച് കൊണ്ടുവന്ന ഏജന്റിനെതിരെ കേസെടുത്തു. അത് ഞങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ നടത്തി ഗൂഢാലോചന എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ്റെ ഗൂഢാലോചനയാണെന്ന്. ഈ 2022 നോൺ ബെയിലബിൾ ഒഫൻസ് ചേർത്ത് നിങ്ങൾ ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ സഹോദരികളെ 3 വർഷം നിങ്ങൾ കോടതി കയറ്റിയില്ലേ? ഇപ്പോൾ ആ കോടതിയിലേക്ക് വിധി വന്നപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടോ കള്ളക്കേസാണെന്ന് നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വക്കീൽ എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞോ അത് കള്ളക്കേസാണെന്നുള്ളത്? ഇപ്പോഴും നിങ്ങൾ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? ഇവിടെ പിണറായി വിജയൻ സർക്കാർ എടുത്തത് കള്ളക്കേസാണ്, ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയെന്ന് നിങ്ങൾ പറയാൻ തയ്യാറാവുന്നുണ്ടോ? അപ്പം നിങ്ങളൊക്കെ ഒരു വശത്തേക്ക് മാത്രം എന്താ പറയുക ചിന്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇടതുവശത്തേക്കുള്ളത് മാത്രമാണ് കാണുള്ളൂ. വലതുവശത്തേക്കുള്ളത് നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും കാണാൻ മറക്കുന്നുണ്ട്. BJP ഇതിനകത്ത് ഒരു ഗൂഢാലോചന നടത്തിയിട്ടില്ല. അവിടുത്തെ നിയമം, ആ രാജ്യത്തെ നിയമം എന്താണോ അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഇത്തരം സംഭവങ്ങൾ സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഞങ്ങൾ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളടക്കമുള്ള മുഴുവൻ ആളുകളും ഈ പ്രശ്നത്തെ എണ്ണയിൽ
തീയിൽ എണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന പ്രസിഡന്റ് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ അനുകൂലമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ട് അവിടെ പോയി ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ട് സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് മുമ്പ് ഇവിടെ സിസ്റ്റർ ജസ്മി സംസാരിച്ചു. അവരുപയോഗിച്ചൊരു വാക്കുണ്ട്, അറിയാതെ സംഭവിക്കുന്ന കുറ്റകൃത്യം എന്ന് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, നെഗ്ലിജൻസ്. ഈ നിയമത്തെക്കുറിച്ചുള്ള നെഗ്ലിജൻസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. നിയമത്തിൻ്റെ മുന്നിൽ അത് തെറ്റാണ്. അവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഞാനായാലും സിസ്റ്റർ ജസ്മി ആയാലും അനിൽ നമ്പ്യാരായാലും നിയമത്തിൻ്റെ മുന്നിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആ തെറ്റിൻ്റെ ഗൗരവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി അത് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയത്തിൽ കോടതിക്ക് വഴി നമുക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക. അതിന് പകരം നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങൾ ചെയ്യുന്നത് ഇവിടുത്തെ ഈ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയെയും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന 10,000-കണക്കിന് ആളുകളെയും അതിൽ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് ആളുകളെയും നിങ്ങൾ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുകയാണ്. ഒരു കാര്യമില്ല. അത് BJP ഉണ്ടാക്കിയ വിഷയമല്ല, അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിലെ LDF-ന്റെയും UDF-ന്റെയും നേതാക്കന്മാരാണ്. ഇപ്പൊ നോക്കൂ, ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് ഇതിലൊരു പരിഭവവുമില്ല, പരാതിയുമില്ല, പ്രതിഷേധവുമില്ല. ഇന്നലെ കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ പോയത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം, മുൻ മുഖ്യമന്ത്രി കൂടിയായ അദ്ദേഹം അവിടെ പോയത്. അല്ല, എനിക്ക് പറയാനുണ്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ MP പോയില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അവിടുത്തെ ഛത്തീസ്ഗഡിലെ MP കേരളത്തിലെ പ്രതിനിധി സംഘത്തിൻ്റെ കൂടെ പോയില്ല, ഒറീസയിൽ നിന്നുള്ള MP ആണ് പോയത് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് ഷെറി ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ വന്ന് ഇത് NIA-ക്ക് കൊടുത്ത് എന്തൊരു ഗൂഢാലോചന ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന്. എൻ്റെ പ്രിയ സുഹൃത്തെ, നീ ഇവിടെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 പുരോഹിതർക്കെതിരെ കേസെടുത്ത് അവരെ ഇതേപോലെ ജയിലിലേക്ക് അയച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് 2019. അത് നിങ്ങൾക്ക് എന്താ 2021 കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5 പുരോഹിതർക്കെതിരെ സമാനമായ വകുപ്പിൽ കേസെടുത്ത് അവർ ജയിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് മതപരിവർത്തന വിരുദ്ധ നിയമം. ഞങ്ങൾ കൊണ്ടുവന്നതല്ല. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ നിയമം കൊണ്ടുവന്നത്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ നിയമമാണ്. ഒരു നിയമം നിലനിൽക്കുമ്പോൾ ആ നിയമവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്, പകരം അത് വഷളാക്കാനല്ല. കാരണം കേരളത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ആ സമാനമായ സംഭവങ്ങളിലൊക്കെ BJP പ്രതികരിച്ചത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അതിലൂടെ തന്നെ നീതി ലഭിക്കട്ടെ എന്നാണ്. ഞങ്ങൾ പൂർണ്ണമായ മനസ്സോടുകൂടി ആ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CPM-ന്റെയും കോൺഗ്രസിൻ്റെയും വാക്കായിട്ട് ചില ക്രിസ്ത്യൻ സംഘടനകൾ മാറുന്നുണ്ട് എന്നുള്ള ദയനീയമായ ഒരവസ്ഥ ഇവിടെ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ട്. അവർ വയ്ക്കുന്ന കുഴിയിൽ പോയിട്ട് നിങ്ങളെ പോലത്തെ ആളുകൾ വീഴരുത്. ഇത് അവർ മുതലെടുപ്പാണ്. പിണറായി വിജയൻ്റെ പോലീസ് ക്രിസ്ത്യൻ സഭാ സന്യാസിനിമാർക്കെതിരെ കേസെടുത്തപ്പോൾ നിങ്ങൾക്ക് മൗനം. ഇപ്പോഴത്തെ അതേ സമാനമായ സംഭവം അപ്പുറത്ത് സംഭവിക്കുമ്പോൾ ഓഹോ, ഇതെന്ത് സമീപനമാണ്? അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സമീപനമല്ല. സമാനമായ സംഭവം കേരളത്തിൽ 2 സംഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് 2 സംഭവങ്ങൾ ഞാൻ സമാനമായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇനിയും ഇത്തരം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് BJP-ക്ക് ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചനയില്ല. BJP ഇവിടുത്തെ എല്ലാ സമൂഹത്തെയും, അത് ക്രിസ്ത്യാനി എന്നല്ല, മുസ്ലിം എന്നല്ല, ഒരു മതസമൂഹത്തെയും 2ാം തരം പൗരന്മാരായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എല്ലാവരും ഈ രാജ്യത്തിൻ്റെ 1ാം തരം പൗരന്മാരായിട്ട് തന്നെയാണ് BJP കാണുന്നത്.